Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിലുള്ള സൈബർ എത്തിക്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, സോ വാട്ട് ഈസ് സൈബർ എത്തിക്സ്? Cyber ethics is the study of ethics pertaining to computers, covering user behavior and what computers are programmed to do and how this affects individuals and society. The cyber ethics on the bench, it's a study related to man and machine interaction. Clear? മെഷീൻ അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്. ക്ലിയർ? ഇപ്പോൾ ഇവരുടെ ഇൻ്ററാക്ഷൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കണം, ടൈപ്പ് എന്തൊക്കെയായിരിക്കണം, ഡൂസ് എന്തൊക്കെയായിരിക്കണം, ഡോൺസ് എന്തൊക്കെയായിരിക്കണം, അല്ലേ? സോ ദീസ് ആർ ഓൾ എത്തിക്സ് റിലേറ്റഡ് ടു പെർട്ടേണിങ് ടു കമ്പ്യൂട്ടേഴ്സ്, ഹൗ ടു ഹാൻഡിൽ കമ്പ്യൂട്ടർ, ഹൗ ടു യൂസ് ഇറ്റ്. ക്ലിയർ? ദെൻ covering user behavior. Clear? So what are the user behavior, clear, when they are operating with a computer, when they are dealing with a computer, when they are transacting or exchanging information with a computer or a system, computer system like smartphone or mobile phone, clear, or computer devices, etc. Clear? And what computers are programmed to. കമ്പ്യൂട്ടേഴ്സിൻ്റെ പർപ്പസ് എന്താ, എന്തിനു വേണ്ടി ഇത് ചെയ്തിരിക്കണം, ക്ലിയർ, എന്തിനു വേണ്ടി ഇത് ചെയ്തിട്ടില്ല, ഓക്കെ, ഇപ്പം അങ്ങനെയുള്ള കാര്യം. ദെൻ ആൻഡ് ഹൗ ദിസ് അഫക്ട്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. ക്ലിയർ? ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സും കമ്പ്യൂട്ടർ പ്രോഗ്രാംസും കമ്പ്യൂട്ടർ യൂസർ ബിഹേവിയറും ഒക്കെ സൊസൈറ്റിയെ, സമൂഹത്തെ, ഇൻഡിവിജ്വൽസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു സ്റ്റഡി ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണെന്ത്? സൈബർ എത്തിക്സ്. ക്ലിയർ? സോ ഫോർ ഇയേഴ്സ് വേരിയസ് ഗവൺമെൻറ്റ്സ് have enacted regulations while organizations have explained policies about cyber ethics. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, ഒരു കമ്പനി പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, അല്ലേ, ഓവർ എൻ ഇയർ, അല്ലേ, കുറേ വർഷങ്ങളായിട്ട്, ഓവർ ഇയേഴ്സ്, ക്ലിയർ, വി ഹാവ് certain regulations, rules, guidelines, policies, framework, etc. for the conduct, management and operation of computing and computing devices. അപ്പം അങ്ങനെയുള്ള ലെജിസ്ലേഷൻസും നിയമങ്ങളും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻസ്, ബിസിനസ് ഫേംസ്, ക്ലിയർ, അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടെ ഓർഗനൈസേഷനും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് സംബന്ധിച്ച് പോളിസി ഫ്രെയിംവർക്കുകൾ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? സോ IT പോളിസി, ഇൻഫർമേഷൻ ടെക്നോളജി പോളിസി ഓഫ് എവറി കമ്പനി. ക്ലിയർ? അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് എന്ത് കാണാൻ പറ്റും? വി ക്യാൻ ട്രേസ് ദി എലമെന്റ് ഓഫ് സൈബർ എത്തിക്സ്. എന്തിനു വേണ്ടിയിട്ടാണ് അതെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഫോർ ഫോളോയിങ് ദി നോംസ് ഓഫ് സൈബർ എത്തിക്സ്. ക്ലിയർ? അപ്പോൾ എത്തിക്സ് റിലേറ്റ് എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ചാണ് പറയുന്നത്. ക്ലിയർ? എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്, എങ്ങനെയൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യരുത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് വാട്ട് എത്തിക്സ് റിലേറ്റഡ് ടു. ഓക്കെ, സോ സൈബർ എത്തിക്സ് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? സൈബർ എത്തിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മോറൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഇൻവോൾവിങ് സൈബർ ടെക്നോളജി. സൈബർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വരാവുന്ന, റിലേറ്റ് ചെയ്ത് വരാവുന്ന, അസോസിയേറ്റ് ചെയ്ത് വരാവുന്ന, അല്ലേ, മോറൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. മോറൽ ഇഷ്യൂസ് എന്തൊക്കെയാ, ലീഗൽ ഇഷ്യൂസ് എന്താണ്, സോഷ്യൽ ഇഷ്യൂസ് എന്താണ്, ക്ലിയർ, ഹെൽത്ത് ഇഷ്യൂസ് എന്താണ്, ക്ലിയർ. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്റ്റഡി ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എൻ ഓർഗനൈസ്ഡ് സ്റ്റഡി, ക്ലിയർ, റിലേറ്റഡ് ടു ദി issues related to cyber technology such as moral, so legal, social, environmental, etc. Okay, then it examines the impact of cyber technology has for our social, legal and moral system. Clear? എന്തുമാത്രം ഇമ്പാക്റ്റ് ആണ് ഈ സൈബർ ടെക്നോളജിയും അതുപോലെ തന്നെ സൈബർ ഡിവൈസുകളും സൈബർ പ്രോസസ്സുകളും നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്നത്, ലീഗൽ സിസ്റ്റത്തിൽ വരുത്തുന്നത്, സോഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ, മോറൽ സിസ്റ്റത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നു. ക്ലിയർ? അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസോ പ്രിക്കോഷൻസോ ഒക്കെ എടുക്കും. ക്ലിയർ? ദെൻ ഇറ്റ് ഓൾസോ ഇവാലുവേറ്റ്സ് ദ സോഷ്യൽ പോളിസീസ് ആൻഡ് ലോസ് that have been framed in response to issues generated by ഡെവലപ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് സൈബർ ടെക്നോളജി. അപ്പോൾ സൈബർ ടെക്നോളജി ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി, അതിൻ്റെ പ്രസൻസിൻ്റെ ഫലമായി, ക്ലിയർ, അതിൻ്റെ അപ്ലിക്കേഷൻ്റെ ഫലമായി എന്ത് സംഭവിക്കാം? നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ വരാം. സോഷ്യൽ ഇഷ്യൂസോ, ലീഗൽ ഇഷ്യൂസോ, മോറൽ ഇഷ്യൂസോ, ക്ലിയർ, ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വരാം. ഈ ഇഷ്യൂസിനെ ഹൗ ടു ഹാൻഡിൽ, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നത് കാണിക്കുന്ന, അല്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്? സൈബർ എത്തിക്സ് എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ സൈബർ എത്തിക്സ് ഇവാലുവേറ്റ്സ്
social policies and laws, clear, that have frame in response to these issues. അങ്ങനെയുള്ള ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ എന്ത് പോളിസീസ് എടുത്തു, ക്ലിയർ, എന്ത് ഫ്രെയിം വർക്കാണ് നമുക്കുള്ളത്, ക്ലിയർ, എന്ത് എത്തിക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ക്ലിയർ, എന്തെല്ലാം ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എക്സാമിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യുന്നു. ക്ലിയർ, സോ ദാറ്റ് ഈസ് വാട്ട് സൈബർ എത്തിക്സ് റിലേറ്റഡ് ടു. Then cyber ethics. So ethics are the rules you use in life to help you decide what is right and wrong. Ethics എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്? ദിസ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഓർ എ സ്റ്റഡി ഓഫ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്. എന്ത് ശരി, എന്ത് തെറ്റ്, തെറ്റെന്ത് ശരി എന്നതിനെക്കുറിച്ച് നോക്കുന്ന റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൈബർ എത്തിക്സ് എന്താണ്? സൈബർ ടെക്നോളജിയുടെ ഉപയോഗത്തിൽ വരുന്ന റൈറ്റ് ആൻഡ് റോങ്ങിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യും. ക്ലിയർ? സോ എത്തിക്സ് ആർ ദ റൂൾസ് യു യൂസ് ഇൻ ലൈഫ് ടു ഹെൽപ്പ് യു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ക്ലിയർ? സോ സൈബർ എത്തിക്സ് ഈസ് ഹൗ യു ആക്ട് വെൻ യു ആർ ഓൺ ദി കമ്പ്യൂട്ടർ. അപ്പോൾ സൈബർ എത്തിക്സ് എന്ത് കാണിക്കുന്നു? നിങ്ങൾ കമ്പ്യൂട്ടറുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ ഒരു ഡാറ്റ ഡിസമിനേറ്റ് ചെയ്യുമ്പോൾ, ട്രാൻസാക്ട് ചെയ്യുമ്പോൾ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ പാലിച്ചിരിക്കേണ്ട, ഫോളോ ചെയ്യേണ്ട, ഒബ്സർവ് ചെയ്യേണ്ട ചില റൂൾസിനെ കുറിച്ച്, അല്ലേ, എത്തിക്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ റൂൾസ് ഓഫ് സൈബർ എത്തിക്സ്. അങ്ങനെയാണെങ്കിൽ സൈബർ എത്തിക്സിൻ്റെ റൂൾസ് എന്തൊക്കെയാണ് പ്രധാനമായിട്ട്? അപ്പോൾ ചില റൂൾസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ ഡു നോട്ട് യൂസ് റൂഡ് ഓർ ഒഫെൻസീവ് ലാംഗ്വേജ്. നമ്മൾ സൈബർ ടെക്നോളജി നമുക്കറിയാം അല്ലേ, സൈബർ വേൾഡ് അല്ലെങ്കിൽ സൈബർ സ്പേസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും അല്ലേ. വളരെയധികം വൈഡ് ആയിട്ടുള്ളൊരു ലോകമാണ് സൈബർ ടെക്നോളജി. കുറച്ചൊക്കെ ഫിക്റ്റീഷ്യസ് ആയിട്ട് നമുക്ക് തോന്നും അല്ലേ. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെർച്വൽ എൻവയോൺമെൻ്റ് ആണ്. റിയലിസ്റ്റിക് എൻവയോൺമെൻ്റ് ആണോ? അല്ല, വെർച്വൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. മാത്രമല്ല വളരെയധികം ആളുകൾ ഒരേ സമയം വ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഡീൽ ചെയ്യാനോ ട്രാൻസാക്ട് ചെയ്യാനോ അറിയാനോ ഒക്കെ കഴിയുന്നൊരു മാധ്യമമാണ്, അല്ലെങ്കിൽ മാർഗമാണ്, അല്ലെങ്കിൽ സ്പേസാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സോ ഡു നോട്ട് യൂസ് rude or offensive language while communicating or while dealing with cyberspace, cyber technology. Clear? So do not use any rude and offensive language in communication. Then do not be, clear, bully on the internet. അല്ലേ, ബുള്ളിങ് ഈസ് എ ത്രെട്ടാണ് അല്ലേ. നമുക്കറിയാൻ പറ്റും ഒരാളെ പരിഹസിക്കുന്നതിന് വേണ്ടി, അല്ലേ, അവരെ അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പല ലാംഗ്വേജോ അല്ലെങ്കിൽ പിക്ചേഴ്സോ അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ ഇടുക. ക്ലിയർ? അത്തരത്തിലുള്ള ബുള്ളിങ് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ക്ലിയർ? സോ ഡു നോട്ട് ആൾവേസ്, ക്ലിയർ, സോ ആൾവേസ് ഡോണ്ട് യൂസ് എനി bullying activity. Clear? Don't resort to any bullying. Then do not call people's name. Clear? Then lie about them and send something, pictures of them, or do not do anything else to try to harm them. മറ്റുള്ള ആൾക്കാരെ മോശമാക്കുന്നതിന് വേണ്ടി അവരുടെ പേരോ അല്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്ന ചില നുണകളോ, അല്ലേ, അതുപോലെ തന്നെ അവരെ എംബറാസ് ചെയ്യുന്ന തരത്തിലുള്ള പിക്ചേഴ്സോ വീഡിയോയോ, അല്ലേ, ഇങ്ങനെയുള്ളതൊന്നും എന്ത് ചെയ്യാമല്ല? ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. സോ ഡു നോട്ട് കോപ്പി ഇൻഫർമേഷൻ ഫ്രം ദി ഇൻ്റർനെറ്റ് ആൻഡ് ക്ലെയിം ഇറ്റ് ഈസ് ഓഫ് യുവർ ഓൺ. അല്ലേ, സാധാരണ നമ്മൾ ആളുകൾ കണ്ടുവരുന്നത് ഇത് കാര്യമാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, എടുക്കുകയോ കോപ്പി ചെയ്യുക, സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ, അല്ലേ, ഒക്കെ ചെയ്തിട്ട് ഇത് നമ്മുടെയാണ് എന്ന് ക്ലെയിം ചെയ്യാൻ പാടില്ല. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ കോപ്പി റൈറ്റിൻ്റെ വയലേഷൻ പോലെയാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. സോ ദിസ് ഈസ് കോൾഡ്, ക്ലിയർ, ഇന്ന് നമ്മൾ പറയുന്ന പേരാണ് പ്ലേജിയറിസം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ പ്ലേജിയറിസം നമ്മൾ ഒഴിവാക്കണം. ഓക്കെ. Then adhere to copyright restrictions when downloading. Clear? Downloading ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? കോപ്പിറൈറ്റ് റെസ്ട്രിക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യുക അല്ലേ. ചിലപ്പോൾ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് കോപ്പിറൈറ്റഡ് ആണെന്ന് അറിഞ്ഞ് അവരുടെ പെർമിഷനോ ലൈസൻസോ പെർമിറ്റോട് കൂടി മാത്രം ചെയ്യുക. ക്ലിയർ? ദെൻ സോ മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് സോഫ്റ്റ്വെയർ, ഗെയിംസ്, മൂവീസ്, മ്യൂസിക് ആൻഡ്, അല്ലേ, ഇതൊക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ അതിനൊക്കെ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെ റെസ്പെക്ട് ചെയ്യുക. ക്ലിയർ? Then do not break into someone else's computer. ഒരിക്കലും എന്ത് ചെയ്യരുത്? മറ്റുള്ള ആൾക്കാരുടെ കമ്പ്യൂട്ടർ അവരറിയാതെ ഉപയോഗിക്കരുത്, അവർ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിക്കരുത്, അതില്ലാതെ ഇൻട്രൂഡ് ചെയ്യരുത്. ക്ലിയർ? Then do not use someone else's password. മറ്റുള്ള ആൾക്കാരുടെ പാസ്വേഡോ യൂസർ ഐഡിയോ അഥവാ കിട്ടിയാൽ പോലും എന്ത് ചെയ്യരുത്? ഉപയോഗിക്കരുത്. ബന്ധപ്പെട്ട ആളുകളെ ഏൽപ്പിക്കുക എന്നല്ലാതെ ഉപയോഗിക്കുക. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ളൊരു നോംസ് നമ്മൾ തന്നെ സ്വന്തം സെറ്റ് ചെയ്യുക. സോ ഡു നോട്ട് അറ്റംപ്റ്റ് ടു ഇൻഫെക്റ്റ് or any way
try to make someone else computers unstable, മറ്റുള്ള ആൾക്കാരുടെ കമ്പ്യൂട്ടർ അൺസ്റ്റേബിൾ ആക്കി മാറ്റുന്ന തരത്തിൽ അവരുടെ നെറ്റ്വർക്ക് റിസോഴ്സസും ബാൻഡ് വിത്തൊക്കെ ഡാറ്റയൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറാതെ ക്ലിയർ എന്ത് ചെയ്യരുത്? ഡു നോട്ട് അറ്റംപ്റ്റ് ടു ഇൻഫെക്റ്റ് വൈറസ് മുഖേനയോ പ്രോഗ്രാം മുഖേനയോ മലീഷ്യസ് സോഫ്റ്റ്വെയർ മുഖേനയോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, അതെ അവരെ ഇൻഫെക്റ്റ് ചെയ്യരുത്. ക്ലിയർ? സോ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില റൂൾസ് ഓൺ സൈബർ എത്തിക്സ്. സോ ഇത്തരത്തിലുള്ള ക്ലിയർ കാര്യങ്ങളെ സംബന്ധിക്കണം സൈബർ എത്തിക്സിനെ സംബന്ധിച്ച് അല്ലേ. നമ്മൾ ബൈബിളിൽ സാധാരണ അതിൽ 10 കമാൻഡ്മെൻറ്റ്സ് അല്ലേ, കമാൻഡ്മെൻറ്റ്സിനെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ സോ ദർ ആർ 10 കമാൻഡ്മെൻറ്റ്സ് ക്ലിയർ ഫോർ computer use or computer ethics or cyber ethics. So what are the 10 commandments? Clear? എന്തൊക്കെ ചെയ്യാൻ പാടില്ല? Okay, so should not use the computer to harm other people. Okay, should not interfere with other people's computers network or computer system. Clear? Then should not snoop around in other people's files. Okay, then should not use computer to steal information or other resources. Then should not use computer to be a false witness. Okay, then should not use or copy software for which you have not paid. Copyright ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രത്യേകിച്ചും. ക്ലിയർ? Then should not use other people's computer resources without authorization. Okay, should not appropriate other people's intellectual output. Okay, അത് നമ്മുടെ ആണെന്ന് വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല. Then should not think about the social consequences of the program you write. അല്ലേ, നമ്മളൊരു കോഡിങ് ചെയ്യുന്ന സമയത്ത് സൊസൈറ്റി എങ്ങനെ ബാധിക്കും, മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്ന ആലോചിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ഒരു കോഡ് റൈറ്റ് ചെയ്യും പബ്ലിഷ് ചെയ്യും ചെയ്യുക. ക്ലിയർ? അല്ലെങ്കിൽ അത് വൈറസ് ആയിട്ട് മാറും. ഓക്കെ, then should use computer in a ways that shows consideration and respect. Clear? ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വരുന്നതല്ല, എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാവരുടെ സിസ്റ്റവും എല്ലാവരുടെ റൈറ്റ്സും റെസ്പെക്ട് ചെയ്യുന്ന തരത്തിൽ കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് 10 കമാൻഡ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ പറയാം. ക്ലിയർ? ഈ 10 കമാൻഡ്മെൻറ്റ്സിനെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും പറയാം. ക്ലിയർ? എന്തൊക്കെയാണ് അങ്ങനെ വരാവുന്ന പോയിന്റ്സ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? നമുക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ. സോ ഡു നോട്ട് harm or corrupt. Clear? Do not harm or corrupt. So that is the first one. ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റൊരാൾക്കുടെ സിസ്റ്റം ക്ലിയർ ഹാം ചെയ്യുകയോ അതുപോലെ തന്നെ കറപ്റ്റ് ചെയ്യുകയോ ചെയ്യരുത്. അതിൻ്റെ അർത്ഥം എന്താ? സോ അതിന് നമ്മൾ പറയുന്ന ഇതാണ് ദൗ ക്ലിയർ ഷാൽ നോട്ട് യൂസ് ദ കമ്പ്യൂട്ടർ ടു ഹാം അതർ പീപ്പിൾ. ഓക്കെ, സോ രണ്ടാമത്തെ എന്താണ്? ദൗ ഷാൽ നോട്ട് ക്ലിയർ യൂസ് or interfere with other people's computer work. Do not disturb or do not interfere. Abbreviate it. Clear? Then thou shall not snoop around in other people's computer files. So do not spy. Clear? Code item, short item. Then thou shall not use computer to steal. Clear? So do not steal or do not leer. That is, do not leak. Clear? And do not steal. Okay. Information ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ റിസോഴ്സ് ആയിക്കോട്ടെ, മറ്റുള്ള റിസോഴ്സ് ആയിക്കോട്ടെ. Then clear? So do not spread false information. So thou shall not use computer to be a false witness. Clear? Then do not, that is, thou shall not copy or use proprietary software for which you have not paid. കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ അല്ലേ, പെർമിഷൻ ഇല്ലാതെയോ പേ ചെയ്യാതെയോ എന്ത് ചെയ്യരുത്, നമ്മൾ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യരുത്, അല്ലെങ്കിൽ അതിനെ പൈറേറ്റഡ് ആക്കി മാറ്റരുത്. ക്ലിയർ? സോ ഡു നോട്ട് ബൈ പൈറേറ്റഡ് കോപ്പീസ് ഓർ ഡു നോട്ട് യൂസ് പൈറേറ്റഡ് വേർഷൻസ് ഓഫ് സോഫ്റ്റ്വെയർ. Then so do not hack പാസ്വേഡ്സ്, മറ്റുള്ള ആൾക്കാരുടെ യൂസർ ക്രെഡൻഷ്യൽ, പാസ്വേഡ്, ലോഗിൻ ഐ ഡി, ഇതൊന്നും എന്ത് ചെയ്യരുത്, ഹാക്ക് ചെയ്യരുത്. ക്ലിയർ? അതിന് നമ്മൾ എന്ത് പറയാം? thou shall not use other people's computer resources without authorization. Then
Thou shall not appropriate other people's intellectual output. Clear? So do not claim someone else's work as clear ours. Okay, or someone else intellect or intellectual work. Then thou shall not think about, thou shall not alla, thou shall think about social consequences of the program you are writing or the system you are designing. Clear? So that is, do not write malicious software, വൈറസോ മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പ്രോഗ്രാം എഴുതരുത്. ഓക്കെ, then thou shall always use a computer in a way that ensure consideration and respect for other human being. Clear? So do not disrespect. Okay, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, 10 commandments ആയിട്ട് അറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് സൈബർ എത്തിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് പറയാം.